ഇനിയിപ്പോൾ തെലുങ്കാനയിൽ ആന്ധ്രാപ്രദേശിൽ വാറങ്കൽ എന്ന് പറയുന്ന സ്ഥലത്താണ് കടവണ്ടി എന്ന് പറയുന്ന വില്ലേജ്. ആ കടവണ്ടി വില്ലേജുകളിലേക്ക് പോയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് വാറങ്കലിൽ നിന്ന് ഏതാണ്ട് 85 കിലോമീറ്റർ വരുന്ന നാൽഗൊണ്ട ജില്ലയിലാണ് ഇത് ഉള്ളത്. അതവിടെ ഞാൻ ആ ഗവേഷണം നടത്തുമ്പോൾ 2003 ഞാൻ പോയപ്പോൾ, ഞാനവിടെ യൂണിവേഴ്സിറ്റി പോയ സമയത്ത് എൻ്റെ കൂടെ ഗോവിന്ദവർമ്മ രാജ ഉണ്ടായിരുന്നു, യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ ബോബിലി ഉണ്ടായിരുന്നു. ഇവരെല്ലാം കൂടിയിട്ടാണ് പോയിട്ട് അവിടെയുള്ള നക്സലായിട്ടുള്ള ആളുകളെ കൂടി ഞങ്ങൾ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അവിടെയാണ് തെലുങ്കാന മൂവ്മെൻറ്റ് ആദ്യമായിട്ട് ആരംഭിച്ചത്. തെലുങ്കാന മൂവ്മെൻറ്റിനെ പറ്റിയിട്ട് ഇന്ത്യ മുഴുവൻ, ലോകം മുഴുവൻ അറിയാവുന്നൊരു മൂവ്മെൻറ്റാണ് തെലുങ്കാന മൂവ്മെൻറ്റ്. ആ തെലുങ്കാന മൂവ്മെൻറ്റിൽ പി സുന്ദരയ്യ ഇവരെല്ലാം പങ്കെടുത്തിട്ടുള്ള രവിനാരായണ റെഡ്ഡി, അങ്ങനെയുള്ള ഒരുപടി ആളുകൾ അവിടെ പങ്കെടുത്തിട്ടുണ്ട്. അവിടുത്തെ ഭൂമിയുടെ ഘടന നൈസാമിൻ്റെ കാലത്ത്, ഹൈദരാബാദിലെ നൈസാമിൻ്റെ കാലത്തുള്ള ഭൂമിയുടെ ജാഗീർദാരി സിസ്റ്റമാണ്. അത് മുഗൾ ഭരണത്തിൽ നിന്ന് വന്നിട്ടുള്ള സിസ്റ്റമാണ്. അപ്പോൾ ആ സിസ്റ്റത്തിൽ ടെറൻസി മുഴുവൻ കമാളാസ് എന്ന് പറയുന്ന, മാദിഗാസ് എന്ന് പറയുന്ന ജാതിക്കാരായിരുന്നു ഇവർ കൃഷി ചെയ്തത്. അപ്പോൾ ഇവിടെ ഗുണ്ടൂർ പ്രദേശത്ത് നിന്ന് റെഡ്ഡികൾ വന്നു. ആ റെഡ്ഡികളാണ് ഭൂമിയിൽ ടൊബാക്കോ, അതുപോലെ തന്നെ പരുത്തി, ഇതിൻ്റെ കൃഷികളെല്ലാം കൊണ്ടുവന്നു, ക്യാഷ് ക്രോപ്സ് കൊണ്ടുവന്നത്. അപ്പോൾ ഈ തെലുങ്കാന മൂവ്മെൻറ്റിനെ പറ്റിയിട്ട് പഠിച്ചിട്ടുള്ളവരെല്ലാം പറയുന്നത് ക്യാപിറ്റലിസം, എഗ്രോ ക്യാപിറ്റലിസം, കാർഷികമായ മുതലാളിത്തം വളർന്നു വന്ന ഗ്രാമമാണ്. പക്ഷേ കാർഷിക മുതലാളിത്തം വളരുമ്പോൾ തൊഴിലാളികൾക്ക് അനുകൂലമായ നിയമങ്ങളില്ല, ബാങ്കുകളില്ല. ഇതെല്ലാം കൂടി വന്നപ്പോഴെന്തായി, മഴ പെയ്തിട്ടല്ല കൃഷി നടത്തുന്നത്, ഇറിഗേഷൻ സിസ്റ്റമാണ്, ലിഫ്റ്റ് ഇറിഗേഷൻ എന്ന് പറയുന്നത്. കൃഷിഭൂമി ഒരു ഭാഗത്തിൽ വന്നു, ടെനൻസി മുഴുവൻ വേറൊരു ഭാഗത്ത് അടിമകളായിട്ടുള്ള വർഗ്ഗങ്ങൾക്കും വന്നു. അപ്പോൾ ഈ നിലയിൽ കാർഷികമായിട്ടുള്ള ഒരു ഏറ്റുമുട്ടലായിട്ടാണ് തെലുങ്കാന മൂവ്മെൻറ്റ് വരുന്നത്. അതിൽ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുമായിട്ടുള്ള ബന്ധങ്ങൾ, ആ കമ്മ്യൂണിസ്റ്റ് മൂവ്മെൻറ്റുമായിട്ടുള്ള ബന്ധങ്ങൾ വന്നതോട് കൂടിയിട്ടാണ് തൊഴിലാളികളെ ഇതായിട്ട്. ആ തൊഴിലാളികൾ ആദ്യം തുടങ്ങിയത് എന്താണെന്ന് പറഞ്ഞാൽ, ജമ്മിമാർ പല നികുതികളിൽ, ഒരു ശവസംസ്കാരത്തിന് നികുതി വേറെ, കുട്ടികളുണ്ടായാൽ തൊട്ടിൽ കെട്ടാൻ വേണ്ടിയിട്ടുള്ള നികുതി വേറെ, വിവാഹത്തിനുള്ള വേറെ നികുതി വേറെ, ഇങ്ങനെ ഓരോ നികുതികൾ അവിടെ കൊണ്ടുവന്നിട്ട് ഇവരെ മുഴുവൻ വെട്ടി എന്നാണ് പറയുക. വെട്ടി എന്ന് പറഞ്ഞാൽ കൂലിയില്ലാത്ത വിധത്തിലുള്ള പ്രവൃത്തി കൊടുക്കുക, ജമ്മിക്ക് വേണ്ടുന്ന കന്നുകാലികളെ മേய்ച്ചു കൊടുക്കുക, അവരെ വീട്ടിൽ വേണ്ടുന്ന സേവനം ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇതിനൊന്നും കൂലിയില്ല, ഈ വെട്ടിയുള്ള ചൂഷണത്തിൻ്റെ തൊഴിൽ കൊടുത്തുകൊണ്ട് കൃഷിയിൽ പണിയിലുള്ള കൂലി കൊടുക്കുന്നതിൽ മാത്രമല്ല ചൂഷണം, വെട്ടി എന്ന് പറയുന്ന ചൂഷണം. ഒരു ജമ്മിയുടെ മകളെ കല്യാണം കഴിച്ചിട്ട് കൊണ്ടുപോകാം, വീട്ടിലേക്ക് കൊണ്ടുപോകുമ്പോൾ വരൻ്റെ കൂടെ ഒരു പെണ്ണിനെയും കൂടി അയച്ചു കൊടുക്കണം, ഒരു ദാസീനെയും കൂടി അയച്ചു കൊടുക്കണം. ഈ ദാസിക്ക് അവിടെ കുട്ടികളുണ്ടായിട്ടുണ്ട്, ആ കുട്ടികളെ കൂടി സമൂഹത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നു. ഏറ്റവും അപരിഷ്കൃതമായിട്ടുള്ള പ്രവർത്തനങ്ങളുമായിട്ടാണ് അവിടെ വന്നിട്ടുള്ളത്. അവിടെ ദേശ്മുഖ് ആൻഡ് ദേശ്പാണ്ഡെ ഏറ്റവും ശക്തമായിട്ടുള്ള ജമ്മികളിലെ വിഭാഗമാണ്. റെഡ്ഡിമാരെ പോലെ തന്നെ ദേശ്മുഖ്, ദേശ്പാണ്ഡെ ഇവരെല്ലാം തന്നെ ഗ്രാമഭരണത്തിൻ്റെ ഉദ്യോഗസ്ഥമായിരുന്നു. അവിടെ ഏറ്റവും പ്രധാനമായിട്ട് 60 ഗ്രാമങ്ങൾക്ക് കൂടിയിട്ട് ജാനമ്മ എന്ന് പറയുന്ന ഒരു സ്ത്രീയായിരുന്നു. ആ ജാനമ്മ സ്ത്രീയുടെ മക്കളായിട്ട് വരുന്ന ആളുകളാണ് അമ്മത്തമ്പുരാന്ന് വിളിക്കണവരെ. ആ അമ്മത്തമ്പുരാന്ന് വിളിച്ചിട്ടില്ലെങ്കിൽ എന്തായി, അവർ പിഴപ്പിക്കും. അപ്പോൾ ഈ നിലയിലുള്ള ഭരണത്തിൽ ആളുകൾ ഏറ്റവും അധികം ഇതായിട്ട് വരുന്ന 40 ആകുമ്പോൾ ഇന്ത്യയിൽ പല ഭാഗത്തും വന്നതുപോലെ കിസാൻ സഭ അവിടെ വന്നു, കർഷകരെ സംഘടിപ്പിക്കാനല്ല. അതിലേറ്റവും പ്രമുഖന്മാരായിരുന്നു രവിനാരായണ റെഡ്ഡി, മല്ല റെഡ്ഡി എന്നെല്ലാം പറയുന്ന ആളുകൾ. ഞാൻ അവരെ പേരുകളിലേക്കൊന്നും പോകുന്നില്ല. അപ്പോൾ ഈ നിലയിൽ വന്നതോട് കൂടിയിട്ട് ഇവർ തെലുങ്കാന സമരത്തിലേക്ക് പോവുകയാണ്. സായുധ സമരത്തിലേക്ക് ആയുധങ്ങൾ എടുത്തുകൊണ്ട് ജമ്മിമാരാക്ക് പോവുക. ജമ്മിമാർ മുഴുവൻ പട്ടണങ്ങളിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുക. അങ്ങനെ 46 മുതൽ നൈസാമിൻ്റെ സ്വാതന്ത്ര്യം ഇന്ത്യയിലേക്ക് ചേരുന്നത് മുതൽ 52 വരെ
ഏതാണ്ട് 6 കൊല്ലത്തോളം തെലുങ്കാന സമരം, ഇന്ത്യയിലെ ഏറ്റവും ശക്തമായ സായുധ കലാപം. ഇതിൽ റെഡ്ഡി എന്ന് പറയുന്നൊരു നല്ല വജ്രമ്മ എന്ന് പറയുന്ന ആയുധം ഉപയോഗിച്ച സ്ത്രീയെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അവർ കാട്ടിൽ വെച്ചിട്ടാണ് പ്രസവിച്ചത്. കാട്ടിൽ വെച്ച് പ്രസവിച്ച ആ കുട്ടിയോട് കൂടിയിട്ട് അവർ ജയിലിലേക്ക് പോകേണ്ടി വന്നു. അപ്പം വജ്രമ്മയോട് ഞാൻ ചോദിച്ചു, ഈ തെലുങ്കാന സമരം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് ഈ ഗ്രാമത്തിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല? ഏറ്റവും ആയുധങ്ങൾ ഉപയോഗിച്ച് നടന്ന അപ്പം പറയുന്നത് കുറേ ആളുകൾക്ക് ഭൂമി കിട്ടി. അതായത് ഇവർ രവിനാരായണ റെഡ്ഡിയും മറ്റും കൂടി വിതരണം ചെയ്ത ഭൂമിയിൽ 1 ഏക്കർക്ക് 200 രൂപ കൊടുത്തിട്ട് ജമ്മിമാരിൽ നിന്ന് വാങ്ങുക. പിന്നെ തരിശ് ഭൂമിയാണെങ്കിൽ 50 രൂപ കൊടുത്തിട്ട് വാങ്ങുക. അങ്ങനെയുള്ള സിസ്റ്റങ്ങളെല്ലാം ഉണ്ടാക്കിയിട്ട് പിന്നീടൊരു ഭൂമി വിതരണത്തിൻ്റെ പ്രശ്നങ്ങൾ വിനോബജി അവിടെ ഭൂദാനയജ്ഞം സംഘടിപ്പിച്ചു. ഇതെല്ലാം നടന്നിട്ടും കാർഷിക പ്രശ്നങ്ങൾ ഇന്നും അതുപോലെ നിലനിൽക്കുകയാണ്. ഈ കാരണം അവിടെ വിദ്യാഭ്യാസ കേന്ദ്രങ്ങളില്ല. ഞാൻ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കണ്ടു. അദ്ദേഹം മൺകൊട്ട ചുമന്നിട്ട്, തലയിൽ മൺകൊട്ടയും ചുമന്നിട്ട് പോകുന്ന ഒരു പഞ്ചായത്ത് പ്രസിഡൻ്റാണ്. ഞാനതിനെ കുറ്റം പറയുകയല്ല. കാരണം ആ നിലയിലുള്ള പഞ്ചായത്ത് പ്രസിഡൻറ്റിനെ കൊണ്ട് ഇവരെന്തും ചെയ്യിക്കും. ജമ്മിമാർ തന്നെ വീണ്ടും ജാതിയും ജമ്മിമാരും ഇന്നും ഭരണത്തിൽ ഇടപെടുന്നത്. അവിടെയാണ് പിന്നെ പീപ്പിൾസ് വാർ മൂവ്മെൻറ്റ് വന്നു. പീപ്പിൾസ് വാർ മൂവ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പിന്നീട് നക്സലൈറ്റ്സ് മൂവ്മെൻറ്റ്. ആ നക്സലൈറ്റ്സ് മൂവ്മെൻറ്റിലും അവർ പോലീസിനെ കൊണ്ട് ഗ്രാമങ്ങളെ വേട്ടയാടിപ്പിക്കലല്ലാതെ അവിടെ പുരോഗമനാത്മകമായിട്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. ജമ്മിമാരെല്ലാം പട്ടണങ്ങളിലേക്ക് പോയി. നക്സലറ്റുകൾ ഗ്രാമങ്ങൾ ഭരിക്കലായി. ഗ്രാമങ്ങളിൽ ഒരു ഹെയർ കട്ടിങ്ങിന് ഇത്ര പണം, വസ്ത്രം അലക്കിയാൽ ഇത്ര പണം എന്നല്ല ബോർഡുകൾ അവിടെ എഴുതി വെച്ചിട്ട് ഇന്നും നമുക്ക് കാണാൻ കഴിയും. പക്ഷേ എൻ്റെ ലക്ഷ്യം നക്സലറ്റ് മൂവ്മെൻറ്റുകളെ പഠിക്കലായിരുന്നില്ല. ഈ ഗ്രാമങ്ങളെങ്ങനെ ഇന്ന് നിലനിൽക്കുന്നു. അപ്പോൾ ഈ 4 ഗ്രാമങ്ങളെ ഇപ്പോൾ ഈ റെഡ്ഡി തന്നെ നല്ല വജ്രമ്മ പറഞ്ഞ ഒരു കാര്യം ഞാൻ അവരെ പ്രധാനമായിട്ട് ഇൻ്റർവ്യൂ ചെയ്തതാണ്. അവർ പറയുന്നത് ഈ സമരമെല്ലാം നടത്തിയാലും ദാരിദ്ര്യം എന്നൊരു ഭാഗത്തുണ്ട്, ജാതിയുടെ മേധാവിത്വമുണ്ട്. ജാതിയുടെ മേധാവിത്വം എന്ന് പറഞ്ഞാൽ ഒരു അമ്പലത്തിൻ്റെ ഫെസ്റ്റിവൽ വരികയാണ്. നല്ല ഫെസ്റ്റിവൽ വരുമ്പോൾ ആദ്യത്തെ കോഴി അറവിന് കൊടുക്കേണ്ടത് ജമ്മിയുടെ വീട്ടിൽ നിന്നായിരിക്കണം. ആ ജമ്മിയുടെ വീട്ടിൽ നിന്ന് പകരം കർഷകൻ്റെ വീട്ടിൽ നിന്ന് കൊണ്ടുപോകും. ഇത് കോഴി അറവിന് കൊണ്ടുപോകണമെന്നത് ഇന്നൊരു സ്ഥിതിവിശേഷം വന്നിരിക്കുകയാണ്. അപ്പോഴും തമ്മിലുള്ള ഏറ്റുമുട്ടൽ. അപ്പോൾ ജാതിയുടെ ഘടകങ്ങൾ അവിടെ നിലനിൽക്കുന്നു. കർഷകൻ്റെ അവന് വിദ്യാഭ്യാസം കിട്ടുന്നില്ല. നല്ലമ്മേനെ വജ്രമ്മ പറഞ്ഞ ഒരു കാര്യം, അവിടെ ഒട്ടാകെ ഈ മാദിക വർഗത്തിലുള്ള സ്ത്രീയാണ്. 10 ആൺകുട്ടികളാണ് ഗ്രാജുവേറ്റുകൾ 60കളിൽ. അതേസമയത്ത് നിങ്ങൾ കല്യാശ്ശേരി ഇവിടെ കേരളത്തിൽ എടുത്ത് നോക്കാമെന്ന് പറഞ്ഞാൽ എത്ര ഗ്രാജുവേറ്റുകളെ കാണാം. സ്ത്രീകളിൽ നിന്ന് ഒരു പെൺകുട്ടിയാണ് ഗ്രാജുവേറ്റ് ആയിട്ടുള്ളത്. അപ്പോൾ എഡ്യൂക്കേഷൻ അവിടെ ഇല്ല. എഡ്യൂക്കേഷൻ ഇല്ലാത്ത പഞ്ചായത്ത് പ്രസിഡൻറ്റിന് പോലും അന്ന് ഒരു ടെലിഫോണില്ല. ഞാൻ പ്രസിഡൻറ്റിനെ ഇൻ്റർവ്യൂ ചെയ്തിരുന്നു. അപ്പോൾ എന്തുകൊണ്ട് ഈ ഗ്രാമങ്ങളിൽ ദേശീയ പ്രസ്ഥാനമോ അല്ലെ വിപ്ലവത്തിൻ്റെ ആശയങ്ങളോ ഒരിക്കലും അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അപ്പോൾ ഞാനിത് കൺക്ലൂഡ് ചെയ്യുമ്പോഴെനിക്ക് തോന്നുന്നത് ഈ 4 ഗ്രാമങ്ങളെ പരിശോധിച്ചുകൊണ്ട് 20-ാം നൂറ്റാണ്ടിൽ എന്ത് മാറ്റങ്ങളുണ്ടായി. ഈ മാറ്റങ്ങളിൽ നെൽകൃഷി എവിടെ കൃഷി ചെയ്യുന്നുണ്ടോ ആ നെൽകൃഷിക്ക് ചെയ്യുന്ന ദിക്കിലെല്ലാം ദാരിദ്ര്യമായിട്ടുണ്ട്. അതിനൊരു കാരണം നെൽകൃഷിയിലെ അരിയുടെയും ഗോതമ്പിൻ്റെയും വില വർദ്ധിപ്പിക്കുവാൻ ഒരിക്കലും എഗ്രികൾച്ചർ പ്രൈസ് കമ്മീഷൻ തയ്യാറാവുകയില്ല. എഗ്രികൾച്ചർ പ്രൈസ് കമ്മീഷൻ ഇതിൻ്റെ വില വർദ്ധിപ്പിക്കുമ്പോൾ തൊഴിലാളികൾക്ക് അതിനനുസരിച്ചിട്ടുള്ള DA കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇത് സപ്രസ് ചെയ്യുക. ഏറ്റവും ആവശ്യമുള്ള ഗോതമ്പ്, അരി, നെല്ല്. അതുമാത്രമല്ല, നെൽകൃഷിക്ക് 4 മാസം നമ്മൾ അതിനെ ചുറ്റിപ്പറ്റി തന്നെ നിലനിൽക്കണം. നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. കുട്ടികളെ ശുശ്രൂഷിക്കുന്നത് പോലെ നെൽകൃഷിനെ ശുശ്രൂഷിക്കേണ്ടി വരും 4 മാസം. അതേസമയത്ത് കാർഷിക വിളവുകളുള്ള ദിക്കിൽ കരിമ്പ്, ടൊബാക്കോ അല്ലെങ്കിൽ കോട്ടൺ ഇതെല്ലാം വരുന്ന ദിക്കിൽ അവർക്ക് വിഭവങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ കേരളത്തിൽ കല്യാശ്ശേരി ആണെങ്കിൽ ഭൂമി മുഴുവൻ വെറ്റ്ലാൻഡ് മുഴുവൻ കൺവേർട്ട് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ബസ്റൂറിലൊരു ഭാഗം പോയിട്ടുണ്ട്. അതേസമയത്ത് കീഴ്വൺമണിയിലും
കടവണ്ടിയിലും ഭൂമിയുടെ മാറ്റം നടക്കുന്നില്ല. അവിടെ കാർഷിക വിളവുകളില്ല. ഉണ്ടെങ്കിൽ തന്നെ നമുക്കറിയാം ഇന്ന് ആന്ധ്രാപ്രദേശിലും മറ്റും അനേകം കാർഷിക മരണങ്ങൾ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു കാരണം ഇതാണ്. അവിടുത്തെ ഞാൻ ഇൻ്റർവ്യൂ ചെയ്തപ്പോൾ ഞാൻ പറയുന്നത് ഇത് 2002 2004 സിറ്റുവേഷനാണ്. നമ്മളിവിടെ വാങ്ങുന്ന ചുവപ്പ് ഇത് പറങ്കി എന്ന് പറയുന്ന മുളക്, ആ ചുവന്ന മുളകിന് 5 റുപ്യയാണ് കിലോയിന് അവിടെ. അതേ സമയത്ത് നമ്മളത് വാങ്ങുമ്പോൾ 130 140 റുപ്യ ആകുന്നു. അതിൽ പണിയെടുക്കുന്ന ഒരു സ്ത്രീക്കാണ് 5 റുപ്യ. രാവിലെ മുതൽ 8 മണി മുതൽ വൈകുന്നേരം വരെ പണിയെടുത്താൽ 5 റുപ്യ കിട്ടുമ്പോൾ കേരളത്തിൽ നമുക്കറിയാം 60-70 റുപ്യ എന്താ കൂലി ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കൂലിയില്ല. പീപ്പിൾസ് വാർ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾ അവരെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സഹായിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പിന്നെ അവരുമായിട്ട് എനിക്ക് കൂടുതൽ ഇൻ്റർവ്യൂ ചെയ്യാൻ അവരുടെ ഗ്രാമങ്ങളിലേക്കൊന്നും പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അപ്പോൾ ഈ 4 ഗ്രാമങ്ങളിലെ പഠനം, ഞാൻ എൻ്റെ പഠനങ്ങളിൽ ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് ഒരു പുസ്തകമാണിത്. പക്ഷേ ആളുകൾ ഇതിനറിയുമെന്ന് എനിക്കറിയില്ല. കാരണം ഇങ്ങനെയുള്ളൊരു പഠനം ആരും ചരിത്രകാരന്മാർ മുന്നോട്ട് വന്നിട്ടില്ല. ഇത് സോഷ്യോളജിക്കലി ആന്ത്രപ്പോളജിക്കലി ചെയ്യേണ്ട ഒരു പഠനമാണ്. പക്ഷേ ഹിസ്റ്റോറിയൻ ഓറൽ ഹിസ്റ്ററി ആളുകളെ ഇൻ്റർവ്യൂ ചെയ്യുക. ഇപ്പം നല്ല വജ്രമ്മ ഇൻ്റർവ്യൂ ആരും അറിയാത്തൊരു കഥാപാത്രമാണ്. എൻ്റെ പുസ്തകത്തിലൂടെ അവർ സംസാരിക്കുകയാണ്. ആ സംസാരം ഈ പുസ്തകം നിലനിൽക്കുന്നിടത്തോളം കാലം ആളുകൾ ഓർമ്മിക്കും. താഴേക്കിടയിൽ നിന്നുള്ള ആളുകളെ നമ്മൾ നേതൃത്വത്തിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അവർ സംസാരിച്ചിട്ടില്ലെങ്കിൽ ആളുകൾ മറന്നു പോകും. ഇപ്പോൾ രവിനാരായണ റെഡ്ഡി എന്നെല്ലാം പറഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും അധികം വോട്ട് വാങ്ങിയിട്ടുള്ള ജനാധിപത്യത്തിലൂടെ ഡെമോക്രസിയിലേക്ക് വന്നു. ഈ തെലുങ്കാന വിപ്ലവം തന്നെ 46 തുടങ്ങിയ വിപ്ലവം 52 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ പിന്നീട് സമരസപ്പെടുകയാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനും ഗവൺമെൻറ്റുമായിട്ട്. അതിൻ്റെ പിന്നിൽ ഒരു യാത്ര നടന്നിട്ടുണ്ട്. ആ യാത്ര എന്ന് പറഞ്ഞാൽ മോസ്കോവിലേക്ക് 4 കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ അണ്ടർഗ്രൗണ്ടിൽ പോയിട്ട് സ്റ്റാലിനുമായിട്ട് സംസാരിച്ചു. സ്റ്റാലിൻ ഇന്ത്യയുടെ മാപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. ഈ തെലുങ്കാന എവിടെയാണെന്ന് കാണിച്ച് ഇതിൻ്റെ ചുറ്റുമുള്ള സോഷ്യലിസ്റ്റ് രാഷ്ട്രം എവിടെയാണെന്ന് ചോദിച്ചു. അങ്ങനെ ഇവർ പിൻവലിച്ചിട്ട് വന്നിട്ടുള്ളതാണ്. അതല്ല, ഞാൻ വേറൊരു പുസ്തകത്തിൽ കാര്യങ്ങൾ പറയാം.